റവ കൊണ്ട് 5 മിനിറ്റിൽ ചുട്ടെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു സൂപ്പർ ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. മിക്സിയിലൊന്ന് കറക്കി ചുട്ടെടുക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് കറിയൊന്നും ആവശ്യമില്ല, അങ്ങനെ കഴിക്കാൻ തന്നെ ബെസ്റ്റാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിനായിട്ട് മിക്സിയുടെ അരക്കുന്ന വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരണ്ടിയത്, 4 ചെറിയുള്ളി ചേർത്താലാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സൈസ് സവോളയുടെ 4 എടുക്കുക. ഇതിലേക്കിനി ഒരു പച്ചമുളകും 250 ml കപ്പിൽ 1 കപ്പ് റവയും ചേർത്ത് കൊടുക്കുക. ഞാൻ റോസ്റ്റ് ചെയ്ത റവ ആണ് എടുത്തിട്ടുള്ളത്. റവ റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും 1 നുള്ള് അളവിൽ മാത്രം ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരവും ചേർക്കാം. ഇത് ചേർക്കുന്നത് റവാപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി 1/2 ടീസ്പൂൺ. വിനാഗിരി ചേർക്കുമ്പോഴാണ് അപ്പക്കാരം എഫക്റ്റ് ആവുന്നത്. വിനാഗിരി ഇല്ലെങ്കിൽ മാത്രം നാരങ്ങ നീരോ തൈരോ ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഞാനൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്. അരച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീടും ചേർക്കാവുന്നതാണ്. ഇനി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അല്പം തരിയോടുകൂടി അരച്ചെടുക്കണം. ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ടോട്ടൽ 3 ടേബിൾ സ്പൂണ് കൂടി വെള്ളം കൂടുതൽ ചേർത്തിട്ടാണ് ഇങ്ങനെ അരച്ചെടുത്തത്. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്, ശരിക്ക് അരഞ്ഞു കിട്ടില്ല. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ ഇതുപോലെ അല്പം തരിയോടുകൂടി അരച്ചെടുത്താൽ മതി. ഇനി അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി റവ ചേർത്ത് ഈ രീതിയിലാക്കിയെടുക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനോ മറ്റോ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു തവി കൊണ്ട് മാവ് ഇതുപോലെ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടേണ്ടത്. വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് ഈ രീതിയിലാക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം അടച്ചു വേവിക്കുക. അടച്ചു വേവിക്കുമ്പോഴാണ് ഉള്ളൊക്കെ ശരിക്ക് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇതിപ്പം ടോട്ടൽ 4-5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം എണ്ണ കൂടുതൽ ചേർക്കുക. അതുപോലെ തന്നെ തീ അല്പം കൂട്ടി വെച്ച് കഴിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് പ്രത്യേകിച്ചിട്ട് ചിക്കൻ കറി അതുപോലുള്ള കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. കറി ഇല്ലെങ്കിലും ബെസ്റ്റാണ്. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.